ആത്മമണ്ഡലം തുറക്കുന്ന കാണിച്ചു തരാം. ഷേർലി, ഐ ആം ഷുവർ, ശരിയാണോ? യെസ്. തീർന്നില്ല. പ്രാർത്ഥിക്കുന്നവൻ ആത്മമണ്ഡലം തുറക്കുന്ന കാണിച്ചു തരാം. 1, 2, 3 വിഷയത്തിന്മേൽ മറുപടിയാ. അതിനാണോ വന്നേ? ചോദ്യം യെസ് ഓർ നോ ആണോ? 3 വിഷയം എഴുതിയിട്ട് ഒരു യാത്ര സെറ്റാകാൻ പോവാ. അവിടെ ചോദ്യം 6-ാം ഭാഷ. യേശുവിന്റെ നാമത്തിൽ ഒരു മഞ്ഞ് പൊഴിയുന്ന ഒരു രാജ്യമേ, അവിടത്തേക്ക് ദൈവം ഒരു സെറ്റിൽമെന്റ് ചെയ്യാൻ പോവാ. UK ഓപ്പൺ ചെയ്യുന്നു. ആത്മമണ്ഡലം തുറക്കുന്ന കാണിച്ചു തരാം. ആത്മമണ്ഡലം തുറക്കുന്ന കാണിച്ചു തരാം. ഇന്ന് ഇവിടെ വെച്ച് തുറക്കുക. നിങ്ങളുടെ വസ്തുവിൽ കെട്ടിയ കെട്ടിനെ ഞാൻ അഴിച്ചു വിടാൻ പോവാ. എന്നോട് പരിശുദ്ധാത്മാവ് ഫിനാൻഷ്യലി തകർന്നു പോയത് ഇന്ന് ഫിനാൻഷ്യലി എല്ലാം ഉണ്ടായിരുന്നു, തകർന്നു പോയതാ. റിട്ടേൺ കിട്ടാത്ത രീതിയിൽ പോയതാ. പക്ഷെ പരിശുദ്ധാത്മാവ് റിട്ടേൺ വരുത്താൻ പോവാ. ചില ബിസിനസ്സുകൾ പോലുള്ളത് തകർന്നു പോയത് ദൈവം പണിയാൻ പോവാന്ന് പറയുന്നു. റിട്ടേൺ വരും. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും 2 CR റിട്ടേൺ വരും. ഇത് നിങ്ങളുടെ കാലഘട്ടമാണ്. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നഷ്ടപ്പെട്ടതൊക്കെ തിരികെ തരും. ഒരു 2 നില വീട് കർത്താവിനെ കാണിച്ചിട്ട് പറയുന്നു. അത് തിരിച്ചു പിടിക്കുമെന്ന പരിശുദ്ധാത്മാവ്. അത് തിരിച്ചു പിടിക്കും. പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പറയാൻ പറയുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കിയാൽ എങ്ങും ചെല്ലുകയില്ല. പക്ഷെ ഡോണ്ട് വെറി, സിറ്റുവേഷൻ ഇന്ന് ഇവിടുന്ന് മാറാൻ പോകും. ആരടാ പറഞ്ഞ ഗതി പിടിക്കത്തില്ലെന്ന്? പറഞ്ഞവൻ ഗതി പിടിക്കുകയില്ല. പറഞ്ഞവൻ ഗതി പിടിക്കുകയില്ല. പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച. കർത്താവിനോട് പറയുന്നു, വന്നിരിക്കുന്ന ഒരു 5 വിഷയത്തിന്റെ മേൽ ഇന്ന് മറുപടി ഉണ്ടാകാം. 5 വിഷയമായിട്ട് വന്നിരിക്കുന്നു. ആണോ? ശരിയാണ്. അതിനൊരു മറുപടി ഉണ്ട്. അത് 2ാമത്തെ തലമുറയുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു മറുപടി അയക്കാൻ പോകാൻ പറയുന്നു. അതെ, രാജമ്മ എന്നൊരു പേര് കർത്താവ് എന്നെ കാണിക്കുന്നു. എന്താണ്? എന്റെ പേര് രാജമ്മ എന്നാണ്. 3 മക്കളാണോ? ആണ്. രണ്ടാണും ഒരു പെണ്ണും? ഇല്ല, 2 ആണും 1 പെണ്ണും. അതിൽ മൂത്തയുടെ പേര് സുധീഷ്. രണ്ടാമത്തെ സുജേഷ്. ഒരു പ്രശ്നമാണല്ലോ ഇത്. രണ്ടും അങ്ങോട്ട്. സുജേഷുമായി ബന്ധപ്പെട്ട് ദൈവം അവന്റെ മേലൊരു വാതിൽ തുറക്കാൻ പോവാന്ന്. ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു സെറ്റിൽമെന്റ് അവന്റെ മേൽ ചെയ്യാൻ പോകുന്നു. കർത്താവിനോട് പറയുന്നു, വരുന്ന 7 ദിവസത്തിനുള്ളിൽ 3 മറുപടികളുമായിട്ട് യാത്ര തിരിക്കുന്നു. അത് നടക്കും. ഞാനിത് പറയുമ്പം എറണാകുളത്ത് തന്നെയാണോ വീട്? ഞാൻ കാണുന്ന ഒരു കൊച്ചു വഴിയൊക്കെയാ കാണുന്നത്. ആണോ? അതെ. ഒരു കൊച്ചു വഴി കാണുന്നു. റെയിൽവേ നമ്മുടെ ഈ ട്രെയിനിന്റെ ശബ്ദമൊക്കെ കേൾക്കുന്നു. കണ്ടവൊക്കെ കാണുന്നു തൊട്ടപ്പുറത്ത്. അതെ, അങ്ങനെ ഒരു 3 മുറിയുള്ള ഒരു വീടാണോ നിങ്ങളുടെ? അതെ. അത് തന്നെ 3 മുറി കാണിക്കും. അതെ. പക്ഷെ ചെറിയ റോഡാ കാണിക്കുന്നത്.
അതെ, അതെ. ഒത്തിരി വീടുകൾ ഇങ്ങനെ ഉണ്ടാ ചുറ്റുവട്ടത്തിൽ. ചുറ്റുമുണ്ട്. ഒരു ഓടിട്ട വീടാണോ നിങ്ങളുടെ വീട്? അതെ അതെ അതെ, ഓടിട്ടൊരു 3 മുറിയുള്ള ഒരു വീട് കർത്താവിനെ കാണിക്കും. അതിൻ്റെ അകത്തൊരു അത്ഭുതം ദൈവം ചെയ്യാൻ പോകും. ആ വസ്തുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കുരുക്കിനെ ദൈവം ഇത് പൊട്ടിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ആഴ്ച വീണ്ടും നമ്മൾ കാണും. ഇരുന്നാട്ടെ. ഞാൻ ആ പൗലോസ് എന്ന് വിളിച്ച അച്ഛൻ ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത്? ആദ്യമായിട്ടാണോ ചോദിച്ചേ? ഞാൻ കണ്ടിട്ടില്ല ഇതിനു മുന്നേ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു പ്രാവശ്യം ഫോൺ ചെയ്തു, ഇവിടുത്തെ അഡ്രസ് ചോദിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. പേരോ വല്ലോ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഉറപ്പാണ് ഈ വീഡിയോക്കാരി ഇനി പറയും ഞാൻ വല്ല കള്ളത്തരവും പറഞ്ഞോ? ഇല്ല, 100% സത്യമായ കാര്യമാണ് പറഞ്ഞത്. എന്റെ കൂട്ടാളികളെ ആരെങ്കിലും ഞാൻ അച്ഛന്റെ വീട്ടിലോട്ട് വിടുക വല്ലതും ചെയ്തോ? ഇല്ല, ഞാൻ ഈ ദേശത്ത് ആദ്യമായിട്ട് വരുന്നതെന്ന്. അച്ഛാ 3 വിഷയത്തിന് മേൽ മറുപടി ഉണ്ടാകാൻ പോവാ. 3 വിഷയത്തിന്മേൽ മറുപടി ഉണ്ടാകാൻ പോവാ. 3 വിഷയം. അത് ഈ വസ്തുവുമായി ബന്ധപ്പെട്ട ഒരു മറുപടി. എന്നെ കർത്താവ് കാണിക്കുന്നു. ശൂന്യമായ കയ്യ കർത്താവ് എന്നെ കാണിക്കുന്നത്. ശൂന്യമാക്കി കളഞ്ഞത്. ശൂന്യതയില്ലായിരുന്നു, ശൂന്യമാക്കി കളഞ്ഞത്. ഇന്ന് ദൈവം കയറ്റി വിടാം. ഞാനൊരു രാജ്യമാണ് കണ്ടത്. ആ രാജ്യത്ത് നിന്നുണ്ടായ ഒരു തകർച്ച ദൈവം ഒന്ന് സെറ്റിൽ ചെയ്യാൻ പോവാ. എന്നോട് കർത്താവ് പറയുന്നു 2019 തകർന്നു തുടങ്ങിയത് 2021 പൂർത്തീകരിക്കാൻ പോയത് എല്ലാം ദൈവം റീസെറ്റ് ചെയ്യാൻ പോവാന്ന് പറയാൻ പറഞ്ഞു. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പം അത്ഭുതങ്ങളുമായിട്ട് ഇറങ്ങത്തുള്ളൂ. മകളുണ്ടോ? എന്ത് ചെയ്യുന്നു? 3 പെൺകുട്ടികൾ. ഞാൻ മുമ്പേ 3 പറഞ്ഞേ? 3 പേരെ തൊടാൻ പോന്നു, അങ്ങനല്ലേ ഞാൻ മുമ്പേ പറഞ്ഞു? 3 കുഞ്ഞുങ്ങളെ കാണിച്ചു. എത്ര? 3. വെയിറ്റ് 3 പിള്ളേരുള്ള ആരാണുള്ളത്? എനിക്കുണ്ടത് വേറെ കാര്യം. ജിനു സിസ്റ്റർ കറക്റ്റ്. എത്ര പിള്ളേരാ? 3 പിള്ളേര്. 3 നമുക്ക് 3 പെൺപിള്ളേരാണോ? അത് തന്നെ. ഞാനൊന്ന് കാണിച്ചേ, ഞാനൊന്ന് കാണട്ടെ. നീ ഉണ്ടോന്ന് ഞാനൊന്ന് കാണട്ടെ. കഴിക്കും, ഇത്രയേ ഉള്ളൂ. സമാധാനത്തോടെ പോയി കേട്ടോ. ഞാൻ പ്രാർത്ഥിച്ച് പിടിച്ചെടുത്തതായി. പോയിരുന്നോ? ഇത്രയേ ഉള്ളൂ. എത്തേണ്ട കയ്യിൽ അത് എത്തണം. ഹല്ലേലൂയ. ഈ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ആരാ ഉള്ളത് ഇതിന്റെ അകത്ത്? ഇളയ മകളാണോ? പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറയുന്നു അവക്കൊരു വാതിൽ ദൈവം തുറക്കാൻ പോകും. എഞ്ചിനീയറിംഗ് 1, മെഡിസിനുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ മകള്. കാനഡ പോലൊരു രാജ്യം അവക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോവാന്ന് പറയാൻ പറഞ്ഞു. ദൈവം തുറക്കാൻ പോവാ. മൂത്തവളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കുരുക്കിനെ ദൈവം പൊട്ടിക്കാൻ പോവാ. സക്സസ് ആവും. അമ്മാമ്മയുടെ പേര് രാവിലെ ഞാൻ ആരാണ്ട് ഇത് കാണിച്ചായിരുന്നല്ലോ. ഈ ഒരു പേര് ആരോടാ ഞാൻ പറഞ്ഞു? ആരോടോട് പറഞ്ഞു ഈ പേരുമായി ബന്ധപ്പെട്ട ഒരാൾ ഇവിടെ വരുമെന്ന് പറഞ്ഞു. പണിക്കരോടാന്ന് പറഞ്ഞു പേര് കാണി. നിങ്ങളോടാ പറഞ്ഞല്ലേ? ഓക്കെ, അപ്പൊ അത് നിങ്ങൾ തന്നെ. ഞാൻ രാവിലെ പറയും പേരുമായി ബന്ധപ്പെട്ട യേശുവിന്റെ നാമത്തിൽ അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരെന്തോ ചോദിച്ചു. റോസമ്മ എന്നാണോ? റോസമ്മ. എനിക്ക് തെറ്റുകയല്ല. എല്ലാ കുരുക്കുകളെയും ബ്രേക്ക് ചെയ്യുന്നു. പാപ്പിയോ പാപ്പച്ചനോ ആ പേരുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ശാപത്തെ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുന്നു.
ബിസിനസ്സിനെ തകർത്തത് ദൈവം ഒന്ന് റീസെറ്റ് ചെയ്യും. തകർന്നതല്ല, തകർത്തതാ, ചതിച്ചതാ. അതെ അതെ, അതിനെല്ലാം ദൈവം ബ്രേക്ക് ചെയ്യും. പുതിയൊരു സിസ്റ്റം ദൈവം ആരംഭിക്കും. പതറാതെ, തകരാതെ, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് കരയാതെ മക്കളുടെ 3 പേരുടെ ഭാവിയെ ദൈവം കണ്ടിരിക്കുന്നു. എഴുതിയിട്ടോ, അതിൽ ഇളയവളുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോവാ. അവക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യും. ധൈര്യത്തോടെ ഇരി. അടുത്ത 90 ദിവസം കൊണ്ട് 3 അത്ഭുതങ്ങൾ കാണും. ഈ വസ്തുവുമായി ബന്ധപ്പെട്ടതൊക്കെ നടക്കും. ധൈര്യത്തോടെ ഇരിക്കുക. യേശുവിന്റെ നാമത്തിൽ പെട്ടെന്നൊരു വാക്യം. ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും പാഴും ശൂന്യവുമാകത്തില്ല. എവിടെ പാഴും ശൂന്യവുമായോ ആ പാഴും ശൂന്യവുമായടുത്തേക്ക് ദൈവം ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും, എത്ര പാഴാണേലും, എത്ര നീ വെറുക്കപ്പെട്ടവനായിരുന്നാലും, എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും.